ഹലോ, ഇന്ന് നല്ല മഴയുള്ള ദിവസമാണല്ലോ. ഇന്ന് മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊക്കെ റെഡ് അലേർട്ടൊക്കെ ആണല്ലോ. ഇന്നൊന്നും മക്കൾക്ക് സ്കൂളും ഇല്ല. അപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ബാബുവേട്ടനൊക്കെ പോയതിന് ശേഷം അമ്മേൻ്റെ അടുത്തേക്ക് പോയി. ഇന്ന് ഇടവ മാസത്തിലെ അവിട്ടം, ഇന്ന് അമ്മേൻ്റെ പിറന്നാളാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള പുറപ്പാടിലാണ്. അമ്മ തലയിൽ തോർത്തൊക്കെ കെട്ടി നിൽക്കണ കണ്ടിട്ട് നിങ്ങൾ കുളിച്ച് വരികയാണ് വിചാരിക്കേണ്ട. അമ്മ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി വന്നു. നല്ല മഴയാണല്ലോ ഇന്ന്. അപ്പോൾ ആകെ നനഞ്ഞ് തലയൊക്കെ നനഞ്ഞു എന്ന് പറഞ്ഞ അമ്മ തലയൊക്കെ തോർത്തി കെട്ടി വെച്ചതാണ് കേട്ടോ. ഞങ്ങളപ്പോഴേക്ക് സദ്യേൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. എല്ലാ സദ്യ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറേ ആയിരുന്നു സദ്യയൊക്കെ കഴിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടം പരിപ്പ് പായസമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഓരോന്നായി. പിന്നെ ഉച്ചയായപ്പോഴേക്ക് എല്ലാവരും ഉണ്ണാൻ, മക്കളൊക്കെ ഇന്ന് ലീവായതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ബാബുവേട്ടൻ മാത്രമേ ഉണ്ടാവാത്തേ ഉള്ളൂ. ജയശേട്ടന് ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് ജയശേട്ടനും ഉണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അവിയൽ, കാളൻ, ഓലൻ, കൂട്ടുകറി ഒക്കെ ഉണ്ടായിരുന്നു. സദ്യവട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നു. പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കി. കൗശിക്ക് പിന്നെ അടപ്പായസം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അവൻ അടപ്പായസം ഉണ്ടാക്കി. അമ്മയ്ക്ക് പിന്നെ പരിപ്പാണ് ഇഷ്ടം, അതേ കഴിക്കുള്ളൂ. ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പായസം ആസ്വദിച്ച് കുടിക്കുകയാണ്. ലാസ്റ്റ് ചോറൊക്കെ ഉണ്ടതിൻ്റെ ശേഷം അങ്ങനെ എല്ലാവരും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കേക്ക് ഓർഡർ ചെയ്തിരുന്നു. അവർ കൊണ്ടുവന്ന് തന്നു. അപ്പോഴേക്ക് പിന്നെ ബാബുവേട്ടനൊക്കെ എത്തി കേട്ടോ. ഞങ്ങളിന്ന് പുതിയൊരു ഇത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വാങ്ങുക ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാറാണ് സാധാരണ. ഇന്നിപ്പോൾ ഞാൻ നോക്കി നോക്കാം നമുക്ക് അവിടുത്തത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അത് അമർന്നിക്കിനും അത് അതിൻ്റെ സൈഡൊക്കെ ഇതായിട്ടുണ്ട്. അവർ കൊണ്ടുവന്നപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു കേക്ക്. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ്ങൊക്കെ ആയി. മക്കളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അമ്മമ്മയ്ക്ക് കൊടുക്കലും. കേക്ക് കട്ട് ചെയ്യാൻ നിന്നപ്പോൾ രണ്ടാൾക്കും മത്സരമാണ്. ആരാണ്, നിത്തുട്ടനാണോ കൗശിയാണോ മുറിക്കേണ്ടത് അതോ അമ്മമ്മയാണോ മുറിക്കേണ്ടത് എന്നുള്ളതിലാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കലും ഒക്കെയാണ് ഇട്ട് അങ്ങനെ ഇതായി. പിന്നെ ജയശേട്ടന് പോവാനും നേരം വൈകിയിരുന്നു. രാത്രിയായപ്പോൾ നൈറ്റല്ലേ, പോവാനും ഉണ്ട്. അങ്ങനെ അമ്മ പറയുക വേണ്ട, എനിക്ക് വേണ്ട, ഷുഗർ കുറച്ചുണ്ട് ഇപ്പോൾ ഈ മാസം നോക്കിയപ്പോഴേ. കൺട്രോൾ ചെയ്ത് അങ്ങനെ പോവുകയാണ്, വലിയ മധുരമൊന്നും കഴിക്കാതെ. അപ്പോൾ പറഞ്ഞു ഒരു ദിവസമല്ലേ സാരില്ല പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കൊടുക്കുകയായിരുന്നു എല്ലാവരും വകയായിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ മുന്നേ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പകൽ തന്നെ എല്ലാവരും കൊടുത്തിരുന്നു ഓരോന്നായിട്ട് അങ്ങനെ. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെ കുട്ടി സന്തോഷങ്ങളാണ്. അമ്മയ്ക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ അല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.